ചാടാനാ? എന്റെ പൊന്നമ്മളെ, നിങ്ങൾ ഒളിമ്പിക്സിൽ പോയി ചാടും, സ്വർണ്ണമെങ്കിലും കെട്ടും. ഇവിടെ ചാടിയ ബോഡി പോലും കെട്ടത്തില്ല. ചാടിച്ചാവാനാ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം വാ. 6 മണിക്ക്? ഇപ്പൊ ചാടിയ വെള്ളം കലങ്ങും, എനിക്ക് മീൻ കിട്ടത്തില്ല. ഈ ചാകുന്നൊന്നും ഒന്നിനൊരു പരിഹാരമല്ല. എന്താ കാര്യം അത് പറ. ചേട്ടന്റെ അവസ്ഥ അറിഞ്ഞൂടാഞ്ഞിട്ടാണ്. അവസ്ഥ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പറ. എനിക്കില്ലേ, എനിക്ക് ഒരുത്തനായിട്ടൊരു പ്രേമം ഉണ്ടായിരുന്നേ. ബാക്കി പറയണ്ട, എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ട്രെൻഡാ പ്രേമം, പ്രണയം, ആത്മഹത്യ. ഓക്കെ ബാക്കി പറ. പിന്നെ എനിക്ക് ഒരുത്തനായിട്ട് ഭയങ്കര ഒരു പ്രേമം ഉണ്ടായിരുന്നു. ഭയങ്കര പ്രേമം, ഭയങ്കര കൊടുപ്പുര ഉണ്ടായിരിക്കണ പ്രേമം. ആയിക്കോട്ടെ. ഞാൻ അവനെ പൊന്നൂസെന്നാണ് കേട്ടോ വിളിക്കണത്. ആയിക്കോട്ടെ. അവൻ ഭയങ്കര ടോക്സിക് ആണ്. അത് ചുമക്കുള്ള ഒരു മരുന്നിന്റെ പേരല്ലേ? അത് ടോണിക്, ഇത് ടോക്സിക്. അപ്പൊ നിന്റെ ഭാഗത്തില്ലേ കൊച്ചെ തെറ്റ്? നിനക്ക് രാവിലെ ഒരുത്തൻ വൈകുന്നേരം ഒരുത്തൻ, എന്നിട്ട് അവനെ കുറ്റം പറഞ്ഞോണ്ട് കൂടെ നടക്കണം. അങ്ങനെയല്ല, അവന് കാലത്ത് ഒരു സ്വഭാവം, വൈകുന്നേരം വേറൊരു സ്വഭാവം. അവന് പല സമയത്തും പല പല സ്വഭാവം. അവന്റെ പേരെന്താ? ആനന്ദൻ. പല പല സ്വഭാവം കാണിക്കണമെങ്കിൽ അനന്തല്ല, ഓന്ത്. അതാണ് അവന് പറ്റിയ പേര്. ചേട്ടാ, എനിക്ക് ക്ഷമ നശിച്ചിട്ടാണ്. ഞാൻ ഒന്നും അവനോട് പറഞ്ഞില്ല. ചെറിയ നിസ്സാര ഒരു കാര്യം പറയാൻ അവൻ എന്നോട് പൊളിപ്പ് ചാടിച്ചാത്തോളം പറഞ്ഞത്. അപ്പൊ അവനെ കാണിക്കണ്ടേ ഞാൻ ചാടിച്ചാവണത്? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത്. സീരിയസ് ആയിട്ട് പറയാണ്. ഒന്നുമില്ലല്ലോ, എന്തോരം പഠിപ്പും വിവരമുള്ളവളാ ഞാനെന്ന് അറിയാവോ? കണ്ടറിയാം, നല്ല വിദ്യാഭ്യാസം ഉണ്ട്. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നാണ്? ഞാൻ B.Ed വരെ പഠിച്ചു. B.Ed വരെ പഠിച്ച ഞാനില്ലേ ആരോടെങ്കിലും അവിടെ ഒന്നും മിണ്ടിയാ കുറ്റം, ഞാൻ ഇവിടെ ഒന്നും മിണ്ടിയാ കുറ്റം, അവിടെ ഒന്നും മിണ്ടിയാ കുറ്റം, എല്ലാം ടുറ്റ. ഇവന് ഞാൻ എന്ത് പറയാൻ ടുറ്റാണ്. എത്ര വരെ പഠിച്ചെന്ന് പറഞ്ഞ? B.Ed. ഒരു B.Edകാരി പറഞ്ഞോണ്ടോ ട്വിറ്റോ? മക്കളെ, അത് കുറ്റമാണ്, കുറ്റം. അത് തന്നെയാണ് ചേട്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയണതൊക്കെ അവന് ചുറ്റും. അവനെന്റെ ശവം ഞാൻ കാണിച്ചു. ഞാൻ ഇന്ന് ചാടും. എന്നെ വെറുതെ സാക്ഷിയാക്കലെന്ന്. ഇതിനകത്ത് ചാടിയിട്ട് നീ അതിന് നിനക്ക് പരാജയപ്പെട്ടാൽ, നിനക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നീ ചമ്മും. ഇതിനകത്തുള്ള മീനുകൾ നിന്നെ കളിയാക്കും. ഇതിനകത്തൊരു വരാലുണ്ട്, അവനാണെങ്കിൽ ജനിച്ചതേ മനുഷ്യനെ കളിയാക്കാൻ വേണ്ടിട്ടാണ്. ഞാനിവിടെ മീൻ പിടിക്കാൻ വരുമോ, മീൻ കിട്ടാൻ വരുമോ, മുകളിൽ വന്ന് എന്നെ കളിയാക്കിട്ട് ചാവല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചാടിയാൽ വെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ വീർത്തിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുപോയി മൂക്കി കൂടെ വായി കൂടെ ഒക്കെ വയറൊക്കെ ഇറക്കി ഭയങ്കര ബുദ്ധിമുട്ടാ. അനുഭവിച്ചാലേ പറ്റുള്ളൂ. പേടിയാണ്. കയറി കെട്ടി തൂങ്ങി ഞാൻ കയറി കെട്ടി തൂങ്ങി. കയറി കെട്ടി തൂങ്ങിയ കഴുത്തിൽ ഇങ്ങനെ കറുത്ത വര വീഴും. അത് മാത്രമല്ല, ശ്വാസം മുട്ടും, കണ്ണ് തള്ളും, നാക്ക് തള്ളും. ചാവല്ലേ, ചാവരുത്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഞാൻ വിഷം അടിച്ച് ഞാൻ ചാവും. ഞാൻ ഒരു കൈക്ക് തീരൂലല്ലോ എന്റെ പൊന്നു ദൈവമേ. വിഷം അടിച്ചു കഴിഞ്ഞാൽ ഈ കളറൊക്കെ മാറി കറുത്ത കളറാവും. അത് മാത്രമല്ല, ഇങ്ങനെ കൊണ്ട് കിടത്തിയിരിക്കുമ്പോണ്ടല്ല ഒരൊറ്റ പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല, കാണാൻ കൊള്ളൂല. സീരിയസ് ആയിട്ട് പറയണേ. കടലിൽ ഉപ്പുള്ളതാണ്, കുടിച്ചാ BP കൂടി ചത്തുപോകും. പോവല്ലെന്നാണ് പറയുന്നത്. എന്താ ചേട്ടാ ശരിക്കും ഡോക്ടറല്ലേ? ലീവുള്ള സമയത്ത് കൊണ്ടിടാൻ വന്നല്ലേ? സത്യം പറ. എനിക്ക് മനസ്സിലായി ഡോക്ടറല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇത്ര കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റി? എന്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എത്രയോ പ്രാവശ്യം ഇതേപോലെ ഞാൻ ആശുപത്രി കിടന്നിരിക്കുന്നു. ട്യൂബൊക്കെ ഇട്ട് കിടക്കുമ്പോഴുണ്ടല്ല, ആശുപത്രിയിൽ വന്ന് നോക്കുന്ന ആൾക്കാർ പറയുന്നത് നീരാളിയാണ് കിടക്കുന്നത്. എവിടെ കൂടെയൊക്കെ ട്യൂബ് കയറ്റി വെച്ചിരിക്കുന്നത് എനിക്ക് പോലും അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് അനുഭവല്ലേ? ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമം ഉണ്ടാന്ന് 36 വർഷമായി ഞാൻ ഇതൊക്കെ തുടങ്ങി. അതിനിടയ്ക്ക് കുറെ പെണ്ണുങ്ങൾ എന്നെ പ്രേമിച്ചിട്ടുണ്ട്, അവരെന്നെ കുറെ പേര് തേച്ചിട്ടുമുണ്ട്. ഇതിലൊന്നും എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. എന്നെ കുറെ പെണ്ണുങ്ങൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്, ഞാൻ അവരുടെ അടുത്ത് വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട്. അവരിനിയും എന്നെ ഒരുപാട് അറിയാനുണ്ട്. അന്നും ഇന്നും ബിജുക്കുട്ടൻ തന്നെ. അല്ല, ബിജുക്കുട്ടനല്ല, ബിജു കൊട്ടിയം തന്നെ. ഇനി ഞാൻ വീഡിയോ കോൾ വിളിക്കും. പിന്നില്ലേ വേറൊരു കാര്യം പറയട്ടെ ചേട്ടാ. കാര്യം എന്തൊക്കെ പറഞ്ഞാലേ എന്റെ പൊന്നുസിന് എന്റെ ജീവനാണ്. ചുമ്മാ പറയാം. ഞാൻ പറഞ്ഞ വിട്ടുകളാ, സീരിയസ് കേസാണ്. വിട്ടുകളെ ഞാൻ പറഞ്ഞ എങ്ങനെ ശരിയാവും? എന്ത്? ഞാനും അവനും കൂടി ഈ ലോകം മുഴുവൻ നാട് മുഴുവൻ കയ്യും പിടിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ നടന്ന നാട്ടുകാർ കണ്ടാലേ എനിക്ക് ആര് ചെറുക്കനെ തരാനാ? എനിക്കിന് കല്യാണം നടക്കൂല. അത് നിങ്ങൾ അന്വേഷിക്കാത്തോണ്ടാണ്. എല്ലാം അറിഞ്ഞിട്ടൊക്കെ കെട്ടാൻ വേണ്ടിട്ടൊക്കെ ആൾക്കാരൊക്കെ വരും. ചുറ്റുവട്ടത്തൊക്കെ നോക്കണം. എനിക്കറിയാം. ഒഴിച്ചു നോക്കിയാ ഒരാൾ ചൂണ്ടിട്ടോണ്ടിരിക്കണം. ഞാനൊരു കാര്യം പറയാം. സീരിയസ്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പ്രേമം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഒരുപാട് വിലപ്പെട്ട സംഭവം. അതെന്നെ ഞാൻ നേരത്തെ പറഞ്ഞു. കാര്യം എന്തൊക്കെ പറഞ്ഞാലേ പൊന്നുസിനെ ജീവനാന്ന് പറഞ്ഞില്ലേ? അവൻ എപ്പോഴും പറയും ഞാൻ അവന്റെ പളുങ്ക് പാത്രമാണെന്ന്. പളുങ്ക് പാത്രം?
വിശ്വസിക്കരുത്, ആണുങ്ങളെ വിശ്വസിക്കരുത്. ഈ പളുങ്ക് പാത്രം എപ്പോഴും വേണം എറിഞ്ഞു ഉടയ്ക്കാം. പൊട്ടിക്കും. വിട്ടുകളാവാന്ന്. അല്ല, വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെ പ്രേമിച്ചൊക്കെ നടക്കുമ്പോ ചട്ടിങ്കലൊക്കെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കൂലേ? തട്ടിങ്കലവും തട്ടിമുട്ടുമല്ലോ. തട്ടിമുട്ട് തട്ടിങ്കലാവുമ്പോ തട്ടിയും മുട്ടയും ചെയ്യും, അത് പൊട്ടയും ചെയ്യും, സെപ്റ്റിക്കോ വിട്ടുകളാ. ഞാൻ പറഞ്ഞില്ലേ വിട്ടുകളാ, അത് വിട്ടിട്ട് വാ ഇങ്ങോട്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് അവരെപ്പോഴും പറയും, പ്രേമിക്കണവർക്ക് കണ്ണൂല മൂക്കൂലെന്ന് പറയും. ആര് പറഞ്ഞു? പൊന്നൂസ് പറഞ്ഞു. കണ്ണുകൊണ്ട് മൂക്കുകൊണ്ട് കയ്യും കാലും ഉണ്ട്, അത് ചിലപ്പോ നമ്മളെ കഴുത്ത് കെട്ടി തൂക്കും. വിട്ടുകളാ, വിട്ടിട്ട് വാ കൊച്ചേ, ചുമ്മാ ആവശ്യമില്ല. എന്റെ വിധി എന്ന് ആലോചിച്ച് നോക്കണേ. കരയിലും ഒന്നും കൊത്തുന്നില്ല, പുഴയിലും ഒന്നും കൊത്തുന്നില്ല. ദിവ്യേ, ഇങ്ങോട്ട് വാ. എന്താ ഏട്ടാ? ഇവിടെ എന്ന് പറയാം, അവിടെ നിന്ന് വിട്ടുവിട്ട കേൾക്കണുള്ളൂ, റേഞ്ച് ഇല്ല. ചൂണ്ടാടാൻ വന്നത് ഞങ്ങളുടെ കാര്യം മനസ്സിലായല്ലോ. എന്റെ പറഞ്ഞ ഒന്ന് കാരണം ഇതുണ്ടാ. അയ്യോ ദേഷ്യപ്പെടുന്ന പാവം. അതെ, അവനെ നീ എപ്പോഴും പരിചയപ്പെട്ടോ? ഞാൻ എന്നെ നീ എപ്പോഴും കണ്ട? ഇപ്പൊ കണ്ടല്ലോ, നേരത്തെ കണ്ട്. അപ്പൊ അത് പറയണം. ഇത് പാവം ചേട്ടൻ. അപ്പൊ ഞാന് പഞ്ചപാവം. അത് പറ, ഇല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. പഞ്ചപാവം. നീ എന്തിനാണ് ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും? എനിക്ക് പേടിയാണ്. പൊന്നസല്ലേ പറഞ്ഞ എന്നോട് ഏതെങ്കിലും പുഴയിൽ പോയി ചാടുന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ നീ ഇറങ്ങി പോകൂ. എനിക്ക് സങ്കടം വരൂലേ? സങ്കടം ഒന്നും ഇങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ എന്നോട് എപ്പോഴും പറയൂലേ, നീ ഒരു പളുങ്ക് മാത്രമാണെന്ന്. എറിഞ്ഞ് പൊട്ടിക്കാനായിരുന്നല്ലേ, എന്നെ എറിഞ്ഞ് പൊട്ടിക്കാനായിരുന്നല്ലേ പളുങ്കാണ് പാത്രം എന്നൊക്കെ പറഞ്ഞത്. ആര് പറഞ്ഞു അങ്ങനെ? ഈ ചേട്ടൻ. എനിക്കെന്തര്? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു? ആരാവശ്യമില്ലാത്ത പളുങ്ക് പാത്രം എറിഞ്ഞ് പൊട്ടിക്കുമെന്നൊക്കെ പൊട്ടാലോ, സാധ്യത ഉണ്ടല്ലോ. ഞാൻ ഒരു സാധ്യത പറഞ്ഞതല്ലേ ഉള്ളൂ. ഇപ്പൊ കണ്ടോളൂ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞങ്ങൾ വേണ്ട പൊന്നിസേ, പാവം ചേട്ടൻ. പൊന്നിസേ പാവം, പാവം ചേട്ടൻ. അവനെ നീ എപ്പോഴും കണ്ടത്? ഇപ്പൊ കണ്ട്. എന്നെ നേരത്തെ കണ്ട്. എന്നത് പറയണം ഞാൻ പാവണമെന്ന്. പഞ്ചപാവം. നീ എന്തിനാ ഇങ്ങനെ കിടന്ന്? അതല്ല, ചട്ടിയും കലൊക്കെ ആകുമ്പോ തട്ടിമുട്ടിരിക്കുമെന്ന് പറഞ്ഞ് പൊട്ടിച്ച് സെപ്റ്റിക്കാക്കാനായിരുന്നില്ലേ? അതാര് പറഞ്ഞു? തട്ടിക്കലോ തട്ടിമുട്ടും. ചട്ടികലോ തട്ടും. തട്ടിക്കലം ഉണ്ടാക്കണം എന്തല്ലടാ മണ്ണില്. പിന്നെ എങ്ങനെയാ സെപ്റ്റിക് ആവണം? എനിക്കൊന്ന് പറഞ്ഞാടാ. വല്ല ഡോക്ടറത്തും പോയി ചോദിച്ചാ. എനിക്കൊന്നും അറിഞ്ഞത് എന്റെ അടുത്തൊന്നും ചോദിച്ചാൽ ഞാൻ പാവം ചേട്ടൻ. പൊന്നിസേ പാവം ചേട്ടൻ. അയാൾ എപ്പോഴും കണ്ടത്? ഇപ്പൊ കണ്ട്. എന്നെ നേരത്തെ കണ്ട്. ഇന്ന് ഞാൻ പാവം എന്ന് പറഞ്ഞൂടെ? പൊന്നിസേ പഞ്ചപാവം. എന്നാ പിന്നെ പറയാ. പക്ഷെ പ്രേമിക്കുമ്പോ കണ്ണും മൂക്കും കാണില്ല എന്നൊക്കെ പറഞ്ഞ കള്ളത്തരം. കണ്ണും കാണും, മൂക്കും കാണും, കൈയും കാണും. എന്നെ കഴുത്തിന് വന്ന് കെട്ടിത്തൂക്കാനുള്ള പരിപാടിയായിരുന്നില്ല. അതൊക്കെ എനിക്ക് അറിയാം. എന്നെ കൊന്ന് കെട്ടിത്തൂക്കാനുള്ള പരിപാടി. അതാര് പറഞ്ഞു? നിനക്കെന്ത്? ഞാൻ എവിടെ കൂടെ ജീവിക്കണേ നിനക്ക് പിടിക്കുന്നില്ല. ഞാൻ ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി. നിന്റെ ക്രിയേറ്റിവിറ്റി കാണിക്കാനാണ് എന്റെ കുടുംബം. നീ എന്നിട്ട് എന്റെ മണ്ടയ്ക്ക് ഒന്ന് കയറുന്നത്? പിന്നെ ചൂണ്ടിട്ട് പോയ അയ്യോ, ഒരാള് ചാകാൻ വരുന്നു, വേറൊരാള് രക്ഷിക്കാൻ വരുന്നു. ഇവിടെ കണ്ട് സംസാരിക്കില്ല, മീൻ കൊത്തത്തില്ല. പാവം ചേട്ടൻ. എല്ലാം കൂടി എന്റെ മണ്ടയ്ക്ക്. ഞാൻ എന്ത് തെറ്റിയത്? ഇത് ഇങ്ങോട്ട് നീ ആദ്യം നീ എന്നെ ഇട്ടിട്ട് അവിടെ നിങ്ങൾ വന്ന് നീ ഇനി എന്റെ ജീവിതത്തിൽ തിരിച്ചോട്ട് വരൂലെന്ന് എനിക്ക് തോന്നി. ഞാൻ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പം നീ ചിലപ്പോ ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നിന്നെ മുമ്പ് വെച്ച് കുടിച്ച് ചാവാൻ ജ്യൂസിൽ വിഷം കലക്കി. അല്ലെങ്കിൽ ദിവ്യ നീ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഒരു കാര്യം പറയുമ്പോ അഞ്ചിനേക്കാർ അങ്ങനെ സംസാരിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഞാൻ ജീവിക്കൂല. നിന്റെ പേര് തരും. ഞാൻ ഒരു കാര്യം പറഞ്ഞു. നിന്റെ പേരെന്താണ്? എന്റെ പേര് ബിജു കൊട്ടിയൊന്നും. നീ അങ്ങനെ ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ എന്റെ കുടുംബം കരക്കി നോക്കുമ്പോ അതിന്റെ ഓടിക്കണം. എന്റെ പൊന്നൂസ് ചാകാൻ പോണ അതിന്റെ ഇടയിൽ വന്നിട്ട് വർത്താനം പറയാൻ. എന്തായാലും 5 മിനിറ്റ് അത് ചാവും. ഉള്ള സത്യം പറഞ്ഞിട്ട് രാഘവണ്ണ ബിജു കൊട്ടിയാണേ.
അണ്ണാ അണ്ണന്റെ 3 പെമ്മക്കളെ കല്യാണം മുടക്കിയ ഞാനാണ് അണ്ണ. കുളത്തിന്റെ അവിടെ ഇരിക്കണ നമ്മളെ ആറ്റിന്റെ അവിടെ. ഓ ഗുണ്ട വാസണ്ണ അണ്ണാ ബിജുകൊട്ടിയാണ് അണ്ണ. അണ്ണാ അണ്ണന്റെ ഭാര്യയെ മോശമാണെന്നും പറഞ്ഞോണ്ട് ഉമ്മക്കത്തയച്ച ഞാനാണെണ്ണ. വാള് കൊണ്ടുവരുന്ന ഇവിടെ പുഴക്കര ഉണ്ടെണ്ണ. ഹലോ തമ്മലം പോലീസ് സ്റ്റേഷനല്ലേ? ബിജുകൊട്ടിയാണ് സാറേ. പോലീസ് ജീപ്പിന്റെ ടാങ്ക് പറഞ്ഞ അതിനകത്ത് പച്ചവെള്ളം ഒഴിച്ച ഞാനാണ് സാറേ. നിനക്ക് എന്താടാ? നിനക്കെന്ത്? നീ ഫോൺ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ? എന്തായാലും അവരെല്ലാവരും ഞാൻ ചാവുന്നതിന് പോലുള്ള സത്യങ്ങളൊക്കെ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞിട്ട് ചാവാന്ന് വിചാരിച്ച്. അയ്യേ, ഞങ്ങളെ വിഷയത്തിന് നീ എന്തിനു ചാവണത്? പൊട്ടാ ഞാൻ എത്ര പ്രാവശ്യം വന്ന് പറഞ്ഞു ഞാൻ നീ വിഷം കൊണ്ടുവച്ചിരുന്ന ഈ സാധനം എടുത്ത് കുടിച്ചത് നീ എത്ര പ്രാവശ്യം പറഞ്ഞു. ഒരു ഫോട്ടോ ഇട്, സ്റ്റാറ്റസ് ഇടാ. സ്റ്റാറ്റസ് നിന്റെ ഫോട്ടോ ആക്കിയിട്ടല്ലേ എനിക്ക്. അപ്പൊ പിന്നെ ഞാൻ ഈ സമയത്താണാ നിന്റെ പാവങ്ങളി എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നു. പോടാ. ഒരാൾ ചാവം കിടക്കും ഇങ്ങനെ പറയല്ലേ. എടാ ഏച്ചി പോടാ, ഏച്ചി പോടാ. പറഞ്ഞ കേട്ടോ ബിജു കുട്ടി ഏച്ചി പോടാ. നീ എന്തിനാ കാര്യം എന്നെ ആശുപത്രി കൊണ്ടുപോടാ. എടാ ഇവള് വരൂലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞില്ല അതിനകത്ത് വിഷമുണ്ടെന്ന്. അതിനകത്തൊരു കുന്തമില്ല. ഇവള് വരൂലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പിണങ്ങി പോയില്ലേ? അപ്പൊ ഇവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ നുണ പറഞ്ഞു. വിഷമില്ലേ? ഒന്നുമില്ല അതിനകത്ത്. ചുമ്മാ മനുഷ്യനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഞാൻ വിചാരിച്ചു ഇപ്പൊ ചത്തു പോന്ന്. ചത്തില്ലല്ലോ. ഇല്ല ചത്തില്ല. വിട്. ആര് വിളിക്കണേ? തമ്മനം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഗുണ്ട വാസുണ്ണനും വിളിക്കുന്നുണ്ട്, രാഘവണ്ണനും വിളിക്കുന്നുണ്ട്. ഒരു കാര്യം ചേട്ടേ, രാഘവണ്ണൻ വന്ന് മിക്കവാറും എന്നെ അടിക്കും. ഗുണ്ട വാസുണ്ണൻ വന്ന് എന്നെ വെട്ടിക്കൂട്ടി ഇവിടെ ഇടും. പോലീസുകാർ വന്ന് എന്നെ വന്ന് റിമാൻഡ് ചെയ്യും. ഞാനിപ്പോ എന്ത് ചെയ്യോടെ? എന്ത് ചെയ്യുന്ന നിനക്കൊരു കുഴപ്പമില്ല. നീ എടുത്തിട്ട് കാര്യം പറ. നീ എടുത്ത് കാര്യം പറഞ്ഞ ഒരു കുഴപ്പമില്ലല്ലോ. വിഷം കുടിച്ചിട്ടില്ലല്ലോ, പിന്നെ കുഴപ്പം? കുപ്പിയിൽ വിഷം ഉണ്ടായില്ലല്ലോ. ചേട്ടൻ എന്ത് പറ്റാനാ പേടിക്കണ? എന്തിനാ? അത് ശരിയാണല്ലോ. എന്താ ഇപ്പോൾ കാര്യം നിനക്ക് ഏകദേശം മനസ്സിലായ? എന്താ വിചേട്ടാ? ഇവ ഇപ്പോഴും നിന്നെ തേച്ച്, ഇപ്പോഴും നിന്നെ തേച്ച്. തേച്ചില്ലേ? ഈ കൊച്ച് അതിനകത്ത് വിഷം ഇല്ലാന്നല്ലേ? അവൻ വിഷം ഉണ്ടെന്ന് പറഞ്ഞില്ല കൊണ്ടുവച്ചത്. പാണിയെട്ടിന്റെ നിനക്ക് ഇപ്പൊ കിട്ടാൻ പോവാ. ദൈവമേ, അതിനകത്ത് വിഷം കലക്കൊണ്ട് വന്നാ മതിയായിരുന്നു. എനിക്ക് വേണ്ടിട്ടല്ല, യവന് കൊടുത്തു കൊല്ലേ.